കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ ഒപ്പം നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് UDF എംപിമാരുടെ ഉറപ്പ്. സംസ്ഥാന വിഹിതം കൃത്യമായി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത നിവേദനം നൽകാനും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത എംപിമാരുടെ യോഗത്തിൽ തീരുമാനമായി. കേന്ദ്ര പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും ഫണ്ട് വിനിയോഗത്തിനും നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി എംപിമാരെ അറിയിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി എംപിമാരുടെ യോഗം നേരിട്ട് വിളിച്ചു ചേർത്തത്. സംസ്ഥാന വിഹിതം ലഭിക്കാൻ കേന്ദ്ര സർക്കാരിന് സംയുക്ത പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ ഒപ്പമുണ്ടാകുമെന്ന് UDF എംപിമാർ മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകി. രാഷ്ട്രീയത്തിനതീതമായി വികസനത്തിന് ഒന്നിച്ചു നിൽക്കണമെന്ന നിലപാടാണ് UDF എംപിമാർ യോഗത്തിൽ സ്വീകരിച്ചത്. കേന്ദ്ര പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് എംപിമാർക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ എംപിമാരുടെ സഹകരണം മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരമേറിയ ശേഷം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2 കത്തുകൾ ധനകാര്യമന്ത്രിക്ക് നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന ധനമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ നേരിൽ കണ്ടും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കുന്ന ഫണ്ടുകളിലും ഗ്രാന്റുകളിലും കുറവ് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 24,000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നാണ് പ്രധാന ആവശ്യം. ബ്രാൻഡിംഗിന്റെ പേരിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പല പദ്ധതികൾക്കുമുള്ള ധനസഹായം അനുവദിക്കാത്തതും ധനമന്ത്രിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കായി 5,000 കോടി രൂപയുടെ പാക്കേജും ആവശ്യപ്പെട്ടതായും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.